കഴിഞ്ഞ ദിവസമാണ് ഹരിയാന, ജമ്മു കാശ്മീർ സംസ്ഥാന നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചത്. സാധാരണ ഹരിയാനയോടൊപ്പം തന്നെയാണ് മഹാരാഷ്ട്രയിലേക്കും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാറുള്ളത്. എന്നാൽ മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാത്തത് ഏവരെയും അമ്പരപ്പിച്ചിരിക്കുകയാണ്. ജമ്മു കാശ്മീരിൽ കനത്ത സുരക്ഷയൊരുക്കേണ്ടതിനാലും ഗണേശോത്സവം, നവരാത്രി, ദീപാവലി തുടങ്ങിയ തിരക്കേറിയ ഉത്സവ സീസണുമൊക്കെയാണ് മഹാരാഷ്ട്രയിൽ വോട്ടെടുപ്പ് നീട്ടാനുള്ള കാരണമായി പറയുന്നത്. ഹരിയാനയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിനൊപ്പം ജമ്മു കാശ്മീരിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയാണ് ഇത്തവണ മഹാരാഷ്ട്രയെ ഒഴിവാക്കിയതെന്നാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. കനത്ത മഴയെ തുടർന്ന് വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള നടപടി വൈകിയതും ഉത്സവ സീസണും മഹാരാഷ്ട്രയിലെ വോട്ടെടുപ്പ് നീട്ടാൻ കാരണമായതായും രാജീവ് കുമാർ പറയുന്നുണ്ട്. നിയമസഭയുടെ കാലാവധി അവസാനിക്കുന്നതിനു മുമ്പ് തന്നെ മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് നടക്കുമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദങ്ങളൊന്നും പ്രതിപക്ഷ പാർട്ടികൾ വിശ്വാസത്തിലെടുത്തിട്ടില്ല. മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാത്തതിന് കമ്മീഷനെ രൂക്ഷമായി വിമർശിച്ചാണ് പ്രതിപക്ഷം രംഗത്തെത്തിയത്. ബോസ് അവർക്ക് അനുവാദം കൊടുത്തില്ലെന്നായിരുന്നു ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് ആദിത്യ താക്കറെയുടെ പ്രതികരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉന്നമിട്ടായിരുന്നു ആദിത്യ താക്കറെയുടെ ബോസ് പരാമർശം. ഒരു രാഷ്ട്രം ഒരു തിരഞ്ഞെടുപ്പ് എന്നൊക്കെ വെറുതെ പറയുന്നതാണെന്നും മഹാരാഷ്ട്രയിൽ മാത്രമാണോ മഴയുണ്ടായിരുന്നത് എന്നും അദ്ദേഹം ചോദിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയിൽ BJP പേടിച്ചിരിക്കുകയാണെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായത്തോടെ വ്യാജ വാഗ്ദാനം നൽകി ജനങ്ങളെ കബളിപ്പിക്കാൻ അവർക്ക് സമയം കണ്ടെത്തുകയാണ് എന്നായിരുന്നു ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള NCPയുടെ പ്രതികരണം. ഒരു തന്ത്രവും വില പോവില്ല. മഹാരാഷ്ട്രയിലെ ജനങ്ങൾ ബുദ്ധിയുള്ളവരാണ്. എപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും BJPയുടെ കീഴിലുള്ള മഹായുതി സഖ്യത്തെ ജനങ്ങൾ തോൽപ്പിക്കും എന്നായിരുന്നു NCP വക്താവ് ക്ലൈഡ് ക്രിസ്റ്റോയുടെ പ്രതികരണം. ജമ്മു കാശ്മീർ, ഹരിയാന, മഹാരാഷ്ട്ര, ജാർഖണ്ഡ് എന്നീ 4 നിയമസഭാ തിരഞ്ഞെടുപ്പുകളാണ് ഈ വർഷം നടക്കാനിരിക്കുന്നത്. മഹാരാഷ്ട്രയോടൊപ്പം ജാർഖണ്ഡിലേതും പ്രഖ്യാപിച്ചിട്ടില്ല. അടുത്ത വർഷം ആദ്യത്തിലാണ് ഡൽഹിയിലെ തിരഞ്ഞെടുപ്പ് നടക്കുക.